ഹലോ, ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്. ഒരടിപൊളി ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം തന്നെ കൊളാക്കിയിട്ടാണ് കോളേജിൽ പോണേ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് അവർ ഞങ്ങളെ സ്വന്തം ലിൻസി മിസ്സാണ് വന്നിട്ടുണ്ടായിരുന്നത്. വിടാറില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കാണ്. അലന് ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് ജോലി കിട്ടിയിട്ട് അവൻ എറണാകുളത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അവൻ ലാസ്റ്റത്തെ ക്ലാസ് ആണിത്. അപ്പോൾ മിസ്സിന്റെ ന്യൂ ഇയർ ഫ്രണ്ട് അവനായിരുന്നു. അപ്പൊ മിസ് അവന് ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. മിസ്സിന്റെ ഫസ്റ്റ് അവർ കഴിഞ്ഞതിന് ശേഷം ഷോബിൻ സാർ ആയിരുന്നു കേട്ടോ സെക്കൻഡ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അവന് മിസ് കൊടുത്ത ഗിഫ്റ്റ് ഒരു പെന്നായിരുന്നു കേട്ടോ. അപ്പൊ അവനോട് പൊട്ടിച്ച് നോക്കാനൊക്കെ പറയായിരുന്നു ഞങ്ങള്. ഇന്ന് 2025 ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ന്യൂ ഇയർ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കോളേജിൽ. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കണേ. ഉച്ച മുതലായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവാണ്. ഞങ്ങളുടെ കൂടെ ഉള്ളത് ഞങ്ങളുടെ രേഷ്മയാണ് കേട്ടോ. പാവം ഞങ്ങൾ എല്ലാവരും ഇന്നും കൂടെ ഉള്ളു. അവന് ജോലി കിട്ടി. സന്തോഷമുണ്ട്. പക്ഷേ ഇവിടെ വിട്ട് പോകുന്നതിന്റെ ചെറിയ വിഷമൊക്കെ ഉണ്ട്. ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇല്ലാത്തോണ്ട് ഞങ്ങൾക്കും ചെന്നു. ഞാൻ അടുത്ത ദിവസം പോകും. അതാണ് അതുകൊണ്ട് വരാത്ത ഇങ്ങോട്ട്. ഞങ്ങളെ മൂന്നാളെ ഞങ്ങളെ സ്നേഹം മന്തി കഴിക്കായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ന്യൂ ഇയർ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ കോളേജില്. മണിയൊക്കെ ആയപ്പോ ഞങ്ങള് എല്ലാരും കൂടെ ആലന്റെ ട്രീറ്റ് ആയിട്ട് താന്നിത്തെരുവില് ഞങ്ങൾ എന്നും വരുന്ന കടയിൽ നിന്ന് ചായ കുടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് നേരിട്ട് ഞങ്ങൾ കോളേജിലേക്കാണ് പോയത്. പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കോളേജിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ ഞങ്ങൾ അലന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. അവനിനി ജോലിക്ക് പോവില്ല. അപ്പോൾ അവന് ക്ലാസ്സിന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി. കേക്ക് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ ചെറിയൊരു ഗിഫ്റ്റ് ഷർട്ടും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവനാകെ സർപ്രൈസ് ആയി. അവന് ഇപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഭയങ്കര ഇമോഷണലായിരുന്നു. അവനൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ഗിഫ്റ്റ്. കാരണം ക്ലാസ്സിലെ എല്ലാ പിള്ളേരും വന്നിട്ടില്ലെന്ന്, ചിലരൊക്കെ ലീവായിരുന്നു. അതുപോലെ ഇത്ര ടൈം ആയില്ല, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ജോബിൻ സാറും ലിൻസി മിസ്സും ഷോബിൻ സാറും അതുപോലെ ഞങ്ങൾ പരിചയപ്പെടുത്താത്ത അതുപോലെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വേറെ മിസ്സും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ച് ഷെയർ ചെയ്ത് കഴിച്ചു. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇങ്ങനെ സർപ്രൈസ് കൊടുത്തപ്പോൾ. അതുപോലെ തന്നെ ഭയങ്കര ഇമോഷണലായിരുന്നു. കാരണം ഇനിയിപ്പോൾ ലാസ്റ്റ് ഞങ്ങൾക്കിപ്പോൾ 4th സെമ്മർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും ക്ലാസ് കംപ്ലീറ്റ് ആക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് എല്ലാവരും ഒന്നുകൂടെ അങ്ങോട്ട് ക്ലോസ് ആയത്, നല്ലൊരു ബോണ്ടായത്. അപ്പോൾ തന്നെ പിന്നെ അങ്ങനെ ക്ലാസ് ഒന്നുമില്ല, ആർട്സ് വരുന്നുണ്ട്, സ്പോർട്സ് ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ക്ലാസ് ഒന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളും ബിസിയാണ്. അങ്ങനെ കുറച്ചിടെ ഇനി ക്ലാസ് ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. പിന്നെ ജോലിക്കല്ലേ പോകുന്നത്, അതിനങ്ങ് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് അത് ലിൻസി മിസ് ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. അങ്ങനെ ആൻസി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ 2 ദിവസം ലീവായിരുന്നു. ക്രിസ്മസ് വെക്കേഷനും ന്യൂ ഇയറും എല്ലാം കഴിഞ്ഞ് അവൾ ഇന്നാട്ടോ ലാൻഡ് ചെയ്തത്. ഒരു നീണ്ട ലീവ് എടുത്തിട്ടുണ്ട് അവളെ. പിന്നെ വന്നപ്പോൾ പ്ലം കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് അത് മുറിച്ച് എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ച് ന്യൂ ഇയർ ചെറുതായിട്ടൊന്ന് റൂമിൽ നിന്ന് ആഘോഷിച്ചിട്ടോ. പിന്നെ ഫെബ ഇല്ലായിരുന്നു, അവൾ എത്തിയിട്ടില്ല. അവളെ ലീവ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അവള് മൺഡേ മുതൽ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫെബേനെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അറിയില്ല, ഇതിന് മുന്നത്തെ വീഡിയോയ്ക്ക് അവൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്തപ്പോൾ അവളെ മിസ് ചെയ്തു കേട്ടോ. റൂമിൽ എല്ലാവരും ഉണ്ട്, അവളൊഴികെ ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ അവളെ ഞങ്ങൾക്ക് ഭയങ്കര മിസ് ചെയ്തു. പിന്നെ കേക്ക് മുറിച്ചു. കേക്ക് ഞങ്ങൾ അപ്പുറത്തെ റൂംമേറ്റ്സിനും ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്.
എന്തായാലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ന്യൂ ഇയർ ആയിരുന്നു ഇത്. ഒരുപാട് സന്തോഷമായി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.